إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ട് അനുഗ്രഹങ്ങളിൽ ഒഴിവ് സമയം എന്ന കാര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ടായി. അതേ ഹദീസിൽ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഒരു നിയമത്താണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഈ ഹദീസിൽ ഒന്നാമത് പറഞ്ഞ വിഷയമാണ് അസ്സിഹ, രണ്ടാമതാണ് ഒഴിവിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ കാര്യമാണ് നേരത്തെ വിശദീകരിച്ചത്. ഇസ്ലാമിന്റെ വിധികൾ ബാധകമാകുന്ന വിഷയം പരിശോധിച്ചാൽ ബുദ്ധിപരമായ ആരോഗ്യവും ശാരീരികമായ ആരോഗ്യവും പരിഗണിക്കപ്പെട്ടതായി കാണാം. എല്ലാവർക്കും ഒരുപോലെയല്ല അള്ളാഹുവിന്റെ കൽപ്പനകൾ ബാധകമാകുന്നത്. കൽപ്പന ബാധകമാകണമെങ്കിൽ ഒന്ന് ബുദ്ധിയുണ്ടാകണം. പിന്നെ അത് നടപ്പിലാകുന്ന വിഷയത്തിൽ ഓരോരുത്തരുടെയും ശാരീരികമായ കഴിവ് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരോടും ഒരേ രീതിയിൽ കൽപ്പനകൾ പാലിക്കാൻ അള്ളാഹു നിർദ്ദേശിച്ചിട്ടില്ല. കാരണം അത് സാധ്യമല്ല. എല്ലാവർക്കും ഒരേ ആരോഗ്യമല്ല, ഒരേ കഴിവല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ കൽപ്പനകൾ പാലിക്കുമ്പോൾ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അല്ലാഹു തആല അതിന്റെ ബാധ്യതകൾ നിർണയിച്ചിട്ടുണ്ട്. ആരോഗ്യം കുറഞ്ഞ ആളുകൾക്ക് പല വിഷയങ്ങളിലും ഇളവ്, റുഖ്സ അനുവദിക്കപ്പെട്ടതായി കാണാം. ഇത് വിശദീകരിക്കേണ്ട കാര്യമല്ല. ഉദാഹരണത്തിന് ഒളു എടുക്കുന്നു, ഒളു എടുക്കാൻ കഴിവില്ലാത്ത, ആരോഗ്യമില്ലാത്ത എന്ന് പറഞ്ഞാൽ വെള്ളം തണുപ്പൊന്നും പറ്റാത്ത അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾ, വെള്ളം കിട്ടാത്ത ആളുകൾ, അവർ തയമ്മം ചെയ്താൽ മതി. കുളിക്കേണ്ടവൻ കുളിക്കുന്നതിന് പകരം തയമ്മം ചെയ്താൽ മതി. വലിയ ശുദ്ധിയാക്കുന്നതിന് വേണ്ടി നമസ്കരിക്കുമ്പോൾ നിന്ന് നമസ്കരിക്കണം. നിൽക്കാൻ ആരോഗ്യമില്ലാത്തവന് ഇരിക്കാം, ഇരിക്കാൻ ആരോഗ്യമില്ലാത്തവന് കിടക്കാം. നോമ്പ് നോൽക്കാൻ ആരോഗ്യമില്ലാത്ത ആളുകൾക്ക് പിന്നീട് നോറ്റുവിട്ടിയാൽ മതി. ഇങ്ങനെ പല വിഷയങ്ങളിലും ശാരീരികമായ ഇബാദത്തുകളിൽ ആരോഗ്യം പരിഗണിക്കപ്പെട്ടതായി നമുക്ക് കാണാം. ആരോഗ്യം നൽകിയ അള്ളാഹു ചെയ്തു തന്ന മറ്റൊരു നിയമത്താണ് ആരോഗ്യത്തിന്റെ തോതിനനുസരിച്ച് അവന്റെ കൽപ്പനകൾ പാലിക്കാൻ കൽപ്പിച്ചു എന്നത്. എല്ലാവരോടും ഒരേ കൽപ്പന തന്നിരുന്നെങ്കിൽ അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാവുകയും, ഇതിന് പറ്റിയ പാകതയിലാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ചൊവ്വായ അവസ്ഥയിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് വത്തീനി വസ്സൈത്തൂൻ എന്ന സൂറത്തിൽ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഖവ്വമ എന്ന വാക്കിനർത്ഥം നേരെയാക്കുക, ചൊവ്വയാക്കുക, ശരിയായ നിലയിലാക്കുക എന്നൊക്കെയാണ്. അപ്പൊ ഏറ്റവും നല്ല പാകതയിൽ, ഏറ്റവും നല്ല ക്രമീകരണത്തിൽ, ഏറ്റവും നല്ല ചൊവ്വാക്കുന്ന അവസ്ഥയിൽ, അതിന്റെ അപ്പുറത്തൊരു രീതിയില്ല. അപ്പൊ ഏറ്റവും ശരിയായ രീതിയിൽ മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞത്, മനുഷ്യൻ അവനേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമെന്തോ അത് നിർവഹിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പാകതയിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നതിൽ മനുഷ്യനോട് കൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള ബുദ്ധിപരവും ശാരീരികവുമായ കഴിവുകൾ മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് കൊടുക്കാതെ വെറുതെ ചില കാര്യങ്ങൾ കൽപ്പിച്ചുകൊണ്ട് അള്ളാഹു വെറുതെ പടച്ചുവിട്ടതല്ല. ആരോഗ്യമെന്നത് ഒരു മനുഷ്യന് ദുനിയാവിൽ കിട്ടുന്ന 3 അനുഗ്രഹങ്ങളിൽ ഒന്നാമത്തെ വിഷയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയതായി ഒരു ഹദീസിൽ കാണാം. ഒരാൾക്ക് അവൻ അസ്ബഹ മിൻകും മുആഫൻ ഫീ ജസദിഹി, ഒരാൾ രാവിലെ തന്നെ അല്ലെങ്കിൽ അയാൾ ആയിത്തീരുന്നു ശരീരത്തിൽ ആഫിയത്ത് നൽകപ്പെട്ടവനായി, സൗഖ്യമുള്ള ശരീരമുള്ള ഒരാൾ. അയാളുടെ കുടുംബങ്ങളിലും കൂട്ടങ്ങളിലും സംഘങ്ങളിലും നിർഭയത്വമുള്ളവനായി തീരുകയും ചെയ്യുക. അന്നന്ന് ദിവസത്തേക്ക്, ഒരു ദിവസത്തേക്ക് വേണ്ട ഭക്ഷണം അവന്റെ കയ്യിലുണ്ടാവുക. ഈ 3 കാര്യങ്ങൾ ഉള്ളവനായി ഏതൊരുത്തൻ മാറുന്നുവോ ദുനിയാവ് മുഴുവൻ അവന് ലഭിച്ചവനെ പോലെ അവനായി തീർന്നിരിക്കുന്നു. ദുനിയാവ് മുഴുവൻ കിട്ടിയവനെ പോലെയാണ് ഈ 3 കാര്യമുള്ളവൻ. കാരണം നിൽക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, കിടക്കാൻ കഴിയില്ല, ഉറങ്ങാൻ സാധ്യമല്ല, ഉദ്ദേശിച്ച കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥതയുണ്ടാവുകയില്ല. അള്ളാഹുവിനുള്ള തവക്കുല് കൊണ്ട് അയാൾ ജീവിക്കുമെങ്കിലും, പിടിച്ചു നിൽക്കുമെങ്കിലും, ക്ഷമിക്കുമെങ്കിലും ഒരുപാട് പ്രയാസങ്ങൾ അയാൾ അനുഭവപ്പെടുന്നുണ്ടാവും. എന്നാൽ ശാരീരികമായി സൗഖ്യം നൽകപ്പെട്ടു എന്നാണ് ഒന്നാമത് പറയുന്നത്. പേടിയുണ്ടായാൽ കാര്യം ചെയ്യാൻ പറ്റുകയില്ല. രണ്ടാമത് പറഞ്ഞത് നിർഭയത്വമുള്ളവനെന്നാണ്. മൂന്നാമത്തേത് ഒരുപാട് ഭക്ഷണം വേണ്ട, ഒരു ദിവസത്തേക്കുള്ള കൂത്ത് യൗമി, ഒരു ദിവസത്തെ റേഷൻ, അത് കയ്യിലുള്ളവൻ. ഇത് 3 ഉണ്ടെങ്കിൽ അവൻ ദുനിയാവ് മുഴുവൻ കിട്ടിയവനെ പോലെയാണ്. ഇവിടെ ഒന്നാമതായി എണ്ണിയത് ആരോഗ്യത്തെ സംബന്ധിച്ചാണ്, ആഫിയത്ത്. നമ്മളൊക്കെ ആലോചിച്ച് നോക്കൂ, നമുക്ക്
നമുക്ക് ഇരിക്കാനും എഴുന്നേൽക്കാനും നടക്കാനും കിടക്കാനും ഓടാനും അധ്വാനിക്കാനും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ പരിമിതമായിട്ടെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ അതിനാൽ നമുക്കുണ്ടാകുന്ന സന്തോഷം, തൃപ്തി, സമാധാനം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമുക്ക് മീതെയുള്ളവരിലേക്കല്ല, നമ്മുടെ താഴെയുള്ള ആളുകളുടെ, താഴെ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശേഷിയല്ല ഉദ്ദേശിക്കുന്നത്, ശാരീരികമായ കഴിവിലും ശേഷിയിലും താഴെ നിൽക്കുന്ന ആളുകളെ ഒരുത്തനെ കണ്ടാൽ മതി നാം എത്രമാത്രം വലിയ ഭാഗ്യവാനാണ് എന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മുടെ വീട് വളരെ ചെറുതായിരിക്കാം, സൗകര്യം കുറഞ്ഞതായിരിക്കാം, മര്യാദക്കൊരു വഴിയുണ്ടാവുകയില്ല, വാഹനം പോവുകയില്ല, നടന്നു പോകണം, വാഹനം കയറ്റാനുള്ള സ്ഥലമല്ല, ബൈക്ക് പോലും കൊണ്ടുപോകാൻ പറ്റൂല. അങ്ങനെയുള്ള വീട്ടിൽ താമസിക്കുന്ന ആളുകൾ നമ്മുടെ പ്രയാസത്തെക്കുറിച്ച് പലപ്പോഴും മനസ്സിലിങ്ങനെ സൗകര്യം പോരാ എന്നിങ്ങനെ തോന്നും. എന്നാൽ നമ്മൾ നമ്മുടെ പല സുഹൃത്തുക്കളുടെയും സഹോദരന്മാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ വീട്ടിൽ പോകുമ്പോ ആ വീടിന്റെ വലിപ്പവും വലിപ്പക്കുറവും സൗകര്യമില്ലായ്മയും അവിടത്തെ ഞെരുക്കവും കിടക്കുന്ന റൂമിന്റെ അസൗകര്യം, അതുപോലെ തന്നെ സജ്ജീകരണങ്ങളുടെ ഊട്ട്റൂട്ടുകളുടെ ഫർണിച്ചറുകളുടെ പരിമിതക്കുറവ്, അതില്ലാത്ത അവസ്ഥ, ഉണ്ടെങ്കിൽ വെക്കാൻ സ്ഥലമില്ലാത്തത്, മര്യാദ ഒരു കയ്യിൽ കെട്ടാൻ സ്ഥലമില്ലാത്തത്, വാഹനം പോയിട്ട് ശരിക്കും നടന്നു പോലും കയറിപ്പോകാൻ വഴിയില്ലാത്ത ആളുകൾ. അങ്ങനത്തെ ഒരു വീട്ടിൽ പോകുമ്പോ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ പറയും, ആ കൂടെ നമ്മള് ഭാര്യയോടോ ഭർത്താവിനോടോ നമ്മൾ പറയും, ഓ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്, നമ്മുടെ വീട് ഇതിനേക്കാളൊക്കെ എത്ര മെച്ചമാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. അപ്പൊ നമ്മുടെ താഴെയുള്ളവരെ കാണുമ്പോഴാണ് ഇത് നമുക്ക് മനസ്സിലാകുന്നത്. ഏതൊരു വിഷയത്തിലും അങ്ങനെയാണ്, സാമ്പത്തിക വിഷയത്തിലും അങ്ങനെ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവിൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം, മേലെയുള്ളവരിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവാരത്തിൽ, അത് ശാരീരികമാകട്ടെ സാമ്പത്തികമാകട്ടെ ആരോഗ്യമാകട്ടെ ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മുടെ താഴെയുള്ളവരെ നോക്കുമ്പോൾ നമുക്ക് അല്ലാഹു ചെയ്തു തന്ന നിയമത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രോഗിയെ സന്ദർശിക്കുക, ആശുപത്രികൾ കയറിയിറങ്ങുക, ഒന്നും വേണ്ട, ഒരു ആശുപത്രിയിൽ ഒരു ഹെൽത്ത് സെന്ററിന്റെ OP പരിശോധന നടക്കുന്നിടത്ത് ഔട്ട് പേഷ്യന്റിന്റെ സ്ഥലങ്ങളിൽ ഒന്ന് വെറുതെ ഒന്ന് പോയി നോക്കി 10 മിനിറ്റ് ഒന്ന് പോയി പോന്നാൽ മതി. അവിടെ കാണുന്ന ആളുകളുടെ തിരക്ക്, നിൽക്കാൻ സ്ഥലമില്ല, ഇരിക്കാൻ സ്ഥലമില്ല, മരുന്ന് വാങ്ങാൻ പണമില്ല, മറ്റ് ആശുപത്രിയിൽ പോയി ഡോക്ടർക്ക് ഫീസ് കൊടുത്ത് പണമില്ലാത്തത് കൊണ്ട്, 2 ഗുളിക പൈസ കൊടുത്ത് വാങ്ങാനില്ലാത്തത് കൊണ്ട് കഷ്ടപ്പെടുന്ന നരകിക്കുന്ന ആളുകളെ നമുക്ക് അവിടെ കാണാം. അതുപോലെ തന്നെ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടുപോകുന്നവർ, ഉന്താൻ ആളില്ലാത്തവർ, മക്കളുണ്ടായിട്ടും ഉന്താൻ സൗകര്യം കിട്ടാത്ത മക്കൾ അന്യനെ വിളിച്ച് ആശുപത്രിയിൽ പോകുന്ന ആളുകൾ, ഒരു ഭാഗം കുഴഞ്ഞവർ, 2 ഭാഗം കുഴഞ്ഞവർ, കണ്ണ് കാണാത്തവർ, കൈ പൊങ്ങാത്തവർ, കൈയും കാലും എല്ലാം ഉണ്ടായിട്ടും വേദന കൊണ്ട് പുളയുന്നവർ, ഉറങ്ങാൻ കഴിയാത്തവർ, ഒന്നും ചെയ്യാൻ പറ്റാത്തവർ, ശരീരത്തിൽ ചൊറിയുന്ന ഭാഗത്ത് സ്വന്തമായി തൃപ്തിയോടുകൂടി ചൊറി മാറുന്ന രീതിയിൽ മാന്താൻ കഴിയാത്ത ആളുകൾ, ഇങ്ങനൊക്കെ എത്ര ആളുകൾ നമുക്ക് കാണാം. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ നിഅമത്ത്, അനുഗ്രഹം എത്രയാണ്. രോഗം ബാധിച്ചവർ, അതിനേക്കാൾ കഷ്ടപ്പെടുന്ന ആളുകൾ, അനങ്ങാതെ കിടക്കുന്ന ആളുകൾ, എത്രയോ കൊല്ലങ്ങളായി UAE-ലാന്ന് തോന്നുന്നു, അവിടുത്തെ ഏതൊരു സ്റ്റേറ്റിലെ ഒരു ഇമാറാത്തിലെ ഒരു രാജകുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ 20 വർഷത്തിലധികമായി കോമയിലായി കിടക്കുന്നു. കോമയിലാണ്, ഇവൻ രക്ഷപ്പെടുകയില്ല, അതുകൊണ്ട് അവനെ മരിപ്പിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടും രക്ഷിതാവ് പറഞ്ഞു, മരിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ അപകടത്തിൽ എന്റെ മകൻ മരിച്ചു പോകുമായിരുന്നു. മരിക്കാതെ ഇങ്ങനെ നിർത്തിയത് അവന്റെ ആയുസ് തീർന്നിട്ടില്ല എന്ന് അള്ളാഹു കണക്കാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ മകൻ അങ്ങനെ അള്ളാഹുവിന്റെ അവധി എത്തുന്നത് വരെ ജീവിച്ചു കൊള്ളട്ടെ എന്നാണ്. നല്ല എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി കട്ടിലിൽ കിടത്തി, ബന്ധുക്കളൊക്കെ ആളുകൾ സന്ദർശിച്ച് പരിപാലിക്കാൻ ആളുകളെ ഏർപ്പെടുത്തി, യന്ത്ര സൗകര്യങ്ങളോടുകൂടി 20 കൊല്ലത്തിലധികമായി കോമയിൽ താമസിക്കുന്നു. അങ്ങനെയുള്ള ഒരുത്തനെ കാണുമ്പോൾ കണ്ണ് തുറക്കാൻ കഴിയുമല്ലോ, നമുക്ക് ചുണ്ടിളക്കാൻ കഴിയുമല്ലോ, ഒരു ഗ്ലാസ് വെള്ളം തരണമെന്ന് ചോദിക്കാനെങ്കിലും പറ്റുമല്ലോ. അത് കാണുമ്പോൾ, അത് കഴിയാത്തവനെ കാണുമ്പോ നമ്മൾ ആരോഗ്യവാന്മാരായി നമുക്ക് നിലകൊള്ളാൻ സാധിക്കും. ഇതൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഇത്രയും പറഞ്ഞത് നമുക്ക് എത്രത്തോളം ആരോഗ്യമുണ്ട്, ആ ആരോഗ്യത്തെ നമ്മൾ എത്ര കണ്ട് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ 2 അനുഗ്രഹങ്ങൾ മനുഷ്യരിൽ ഏറെ പേരും അതിൽ പെട്ടുപോയവരാണ്, വഞ്ചിക്കപ്പെട്ടവരാണ്. അതിലൊന്ന് ആരോഗ്യമാണ്. ഈ ആരോഗ്യം നമുക്ക് കിട്ടിയിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ നമ്മൾ ദുനിയാവിൽ വഞ്ചനയുടെ, ചതിയുടെ കച്ചവടത്തിൽപ്പെട്ടിരിക്കുന്നു, ഖബറിൽ ചതിയുടെ കച്ചവടത്തിൽപ്പെട്ടിരിക്കുന്നു, പരലോകത്ത് അതിനേക്കാൾ പെടാൻ പോകുന്നു എന്നതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആരോഗ്യമെന്ന അള്ളാഹു നൽകിയ മഹത്തായ നിഅമത്തിനെ, അതെത്ര ചെറുതാണെങ്കിലും ശരി, എത്ര നേരിയ തോതിലുള്ളതാണെങ്കിലും ശരി, അത് അർഹിക്കുന്ന രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നാളെ ഖബറിലും പരലോകത്തും അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഭൂമിയിൽ അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ചതിന്റെ പേരിൽ, വിശ്വസിക്കാത്തതിന്റെ പേരിൽ, പ്രവാചകനെ കളവാക്കിയതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട സമുദായങ്ങളുടെ കൂട്ടത്തിൽ
ഉമ്മത്തിൽ ഒരു സമുദായമാണ് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗോത്രമായിരുന്ന ആദ് ഗോത്രക്കാർ. ഈ ആദ് ഗോത്രക്കാരെ സംബന്ധിച്ച് ഖുർആൻ പല സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ 2 സ്ഥലങ്ങളിൽ അള്ളാഹു എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. അല്ലത്തി ലം യുഖ്ലഖ് മിത്ലുഹാ ഫിൽ ബിലാദ്. നമുക്കറിയാവുന്ന താഴെ ജുസുകളിലുള്ള സൂറത്തുൽ ഫജ്റിലെ ഒരായത്താണ്. ആരാകുന്നു ആദ് ഗോത്രക്കാർ? അവരെ പോലെ രാജ്യത്ത് ലോകത്ത് മറ്റൊരു കൂട്ടർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരെ പോലെ കെൽപ്പുള്ള ആരോഗ്യവാന്മാരായ ഒരു കൂട്ടർ ഭൂമിയിൽ അള്ളാഹു വേറെ സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു നൽകിയ ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പാറകളും പാറക്കൂട്ടങ്ങളും മലകളും തുരന്ന് മാന്തി വെട്ടിമുറിച്ച് അവർ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി. ഇന്നും ലോകത്തതിന്റെ അവശിഷ്ടങ്ങൾ ബാക്കി നിൽക്കുന്നു. ലോകത്തുള്ള എല്ലാ ആളുകൾക്കും കണ്ടുപഠിക്കാൻ ഈ ശക്തന്മാരായ ആളുകൾക്ക് എന്ത് നേടാൻ പറ്റി ദുനിയാവിൽ. സൂറത്തു അഅറാഫിലെ 69-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ വസാദകും ഫിൽ ഖൽഖി ബസ്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സൃഷ്ടിപ്പിൽ ബസ്ത, നല്ല കഴിവ്, ശേഷി അവൻ വർദ്ധിപ്പിച്ചു തന്നില്ലേ? ഫദ്കുറു അലാ അല്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരാകാൻ വേണ്ടി. അപ്പൊ ഇവിടെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു. ആ അനുഗ്രഹങ്ങളിൽ ഇവിടെ അള്ളാഹു എടുത്തു പറഞ്ഞ ഒരനുഗ്രഹം എന്താണ്? സാദക്കും ഫിൽ ഖൽഖി ബസ്ത, സൃഷ്ടിപ്പിൽ, ആകാരത്തിൽ നിങ്ങൾക്കവൻ വിശാല നൽകി. മറ്റാർക്കും നൽകാത്ത മുഴം കണക്കിന് നീളമുള്ള ഈത്തപ്പനകളെ പോലെ കന്നഹും അജാസു നഖ്ലിൻ ഖാവിയ, വേരോടെ പിഴുതെറിയപ്പെട്ട പന കൊടുങ്കാറ്റിൽ മറിഞ്ഞു വീഴുന്നത് പോലെയാണ് ഈ ആളുകൾ ശക്തമായ കാറ്റിൽ മറിഞ്ഞു വീണത് എന്ന് ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഹാഖയിൽ നമ്മുടെ നാട്ടിലെ പൊല വേയാൻ ഉപയോഗിക്കുന്ന പനയുണ്ട്. ഈർമ്പന, കരിമ്പന, അതുപോലെ തന്നെ ഈ അങ്ങനെ പലതരത്തിലുള്ള പനകളും, ആന കൊടുക്കുന്ന പന, ഇതൊക്കെ വലിയ മരങ്ങളാണ്. അതുപോലുള്ള പനകളെ പോലെയാണ് ഈത്ത, ഈ കാരക്കമരം. അതും ഒരു പനവർഗത്തിൽപ്പെട്ട ചെടിയാണ്. നീളമുണ്ടാകും, തടിക്ക് വണ്ണമുണ്ടാകും. പന വീഴുന്നത് പോലെ മനുഷ്യന്മാർ വീണുവെന്നാണ്. അങ്ങനെ ഉദാഹരിക്കണമെങ്കിൽ പനകളെപ്പോലുള്ള മനുഷ്യന്മാരായിരുന്നു. പക്ഷെ അവർക്ക് എന്തെങ്കിലും നേടാൻ പറ്റിയോ? ഇല്ല. അപ്പൊ ഈ ആളുകൾ ശിക്ഷിക്കപ്പെട്ടതിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ കായിക ബലത്തെ സംബന്ധിച്ച്, ആരോഗ്യത്തെ സംബന്ധിച്ച്, ശാരീരിക ശക്തിയെ സംബന്ധിച്ച് അള്ളാഹു എടുത്തു പറഞ്ഞത് അതവർ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. സഹാബത്തും നബിയും തമ്മിലുള്ള ഒരു സംസാരത്തിനിടയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി മെമ്പറിൽ കയറി കരഞ്ഞു എന്ന് അദ്ദേഹം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനോട് നിങ്ങൾ അഫ്വ്, ചെയ്ത തെറ്റുകൾ മാപ്പാക്കാനും വൽ ആഫിയ, ആഫിയത്തിനെയും ചോദിക്കണം. ഉറച്ച വിശ്വാസം ഒരാൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഉറച്ച വിശ്വാസത്തിന് ശേഷം അയാൾക്ക് നൽകപ്പെടുന്ന ഒരു നിയമത്ത് എന്ന് പറയുന്നത് ആഫിയത്ത് മാത്രമാണ്. ആഫിയത്തിനേക്കാൾ വലിയ ഒരു നിയമത്തും ഉറച്ച വിശ്വാസത്തിന് ശേഷം ഒരു മനുഷ്യനും നൽകപ്പെടുകയില്ല. അപ്പൊ ഏറ്റവും വലിയ നിയമത്ത് എന്താ? യഖീനാൻ, ഉറച്ച വിശ്വാസമാണ്. ഉറച്ച വിശ്വാസമുള്ള ഒരാൾക്ക് കിട്ടാവുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ നിയമത്ത് എന്ന് പറയുന്നത് ഏക്കറക്കണക്കിന് ഭൂമിയോ വലിയ വീടോ എമ്പാടും കൊട്ടാരങ്ങളോ എമ്പാടും വാഹനങ്ങളോ സൗകര്യങ്ങളോ അല്ല, മറിച്ച് ആഫിയത്ത് ഉണ്ടാവുക എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് അഫ്വും ആഫിയത്തും ചോദിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മെമ്പറിൽ വെച്ച് കരഞ്ഞുകൊണ്ട് ഈ ഹദീസ് തിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, ഒരു കാര്യം നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം. എന്താണത്? അള്ളാഹുവിനോട് ചോദിക്കാൻ ഒരു കാര്യം, എന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂത്താപ്പേ, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞു, വീണ്ടും അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെന്നു, ചോദിച്ചു. നബി അതേ മറുപടി പറഞ്ഞു. മൂന്നാമതും ചെന്നു, ചോദിച്ചു. നബി മറുപടി പറഞ്ഞു. ഈ 3 ചോദ്യത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി സലില്ലാഹൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. മൂന്നാമത്തെ തവണ നബി പറഞ്ഞു, ആഫിയത്തിനെ ചോദിക്കണം, ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും. ദുനിയാവിലും പരലോകത്തിലും ആഫിയത്ത് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കണം. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ശാരീരികമായ ആഫിയത്ത് ദുനിയാവിൽ കിട്ടുന്നത് മാത്രമല്ല. ഇമാം നവവി അദ്ദേഹത്തിന്റെ ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയത് കാണാം. ഒരു മനുഷ്യന് വെറുക്കുന്ന, അവൻ ഇഷ്ടപ്പെടാത്ത ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, അത് ഭൗതികമാകട്ടെ, മതപരമാകട്ടെ, ദുനിയവിയാകട്ടെ, ഉഖ്റവിയാകട്ടെ, ഏത് കാര്യമാണെങ്കിലും അത്തരം എല്ലാ കാര്യങ്ങളും നീങ്ങുവാനും അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ലഭിക്കുവാനും അതാണ് ആഫിയത്ത്, സൗഖ്യം, സുഖം എന്നതുകൊണ്ട്. മാനസികം മാത്രമല്ല, ശാരീരികവും കൂടിയാണ്. ഭൗതികം മാത്രമല്ല, മതപരവും കൂടിയാണ്. ദുനിയവിയ മാത്രമല്ല, ഉഖ്റവിയും കൂടിയാണ്. അപ്പൊ ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകുന്ന ശരിയായ അവസ്ഥ അതാണ് ആഫിയത്ത്. അതുകൊണ്ടാണ്
ഇപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിൽ അങ്ങനെ പറയാൻ വേണ്ടി കൽപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരാളോട് ഉറങ്ങുന്നതിന് മുമ്പ് നീ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തണം, ആ പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ, ഉറങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവേ നിന്നോട് ഞാൻ ആഫിയത്തിനെ ചോദിക്കുന്നു എന്ന് പറയാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉപദേശിച്ചതായി നമുക്ക് കാണാം. അപ്പൊ ഹദീസ് കേട്ട ആളുകൾ ചോദിച്ചു, അല്ല ഇത് നബിയിൽ നിന്ന് നിങ്ങൾ കേട്ടതാണോ അല്ലെങ്കിൽ ഇബ്നു ഉമറിന്റെ വക പറയുന്നതാണോ എന്ന് അന്വേഷിക്കാനാണ്. ആരിൽ നിന്നാണ് ഇത് കേട്ടത്? ഉമറിൽ നിന്ന്, നിങ്ങളെ വാപ്പയെന്ന് കേട്ടതാണോ? അപ്പൊ അബ്ദുല്ലാഹി ഉമർ പറഞ്ഞു, എന്റെ വാപ്പയിൽ നിന്നല്ല, വാപ്പയേക്കാൾ മെച്ചപ്പെട്ട നബിയിൽ നിന്ന് ഞാൻ കേട്ടതാകുന്നു ഇത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. അപ്പൊ ഉറങ്ങുമ്പോ അല്ലാഹുവേ നിന്നോട് ഞാൻ ആഫിയത്തിനെ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു കൽപ്പിച്ചത് ആരോഗ്യം നിയമത്താണ്. ആ ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മുമ്പ് ഒരു ഖുത്ബയിൽ പറഞ്ഞുപോയ ഒരു ഹദീസാണ് രാവിലെയും വൈകുന്നേരവുമുള്ള ദുആകളിൽ, ദുആഉ സബാഹി അദഇയത്തു സബാഹി വൽ മസാ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ഹദീസിൽ അല്ലാഹുവേ നിന്നോട് ഞാൻ മാപ്പാക്കലും ആഫിയത്തും ചോദിക്കുന്നു ദുനിയാവിലും ആഖിറത്തിലും. വീണ്ടും ആവർത്തിക്കാൻ, അല്ലാഹുവേ നിന്നോട് ഞാൻ മാപ്പാക്കുന്നതിനെയും ആഫിയത്തിനെയും ചോദിക്കുന്നു, എന്റെ മതത്തിലും എന്റെ ദുനിയാവിലും എന്റെ കുടുംബത്തിലും എന്റെ സമ്പത്തിലും. എല്ലാം വിട്ടു, ഇതിലൊക്കെ ആഫിയത്താണ്. അപ്പൊ സമ്പത്തിന് എന്താ ആഫിയത്ത്? കുടുംബത്തിന് എന്താ ആഫിയത്ത്? കുടുംബത്തിന്റെ ആരോഗ്യമായിരിക്കുക. സമ്പത്തിൽ എന്താ ആഫിയത്ത്? ദുനിയാവിന് എന്താ ആഫിയത്ത്? ദീൻ എന്താ ആഫിയത്ത്? അതാണ് നേരത്തെ പറഞ്ഞ ഇമാം നവവി വിശദീകരിച്ച അർത്ഥം ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ പൊരുള് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും മനുഷ്യന്റേതായ പല കാര്യങ്ങളും ചോദിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ശാരീരികമായ വിഷയം ആഫിയത്തിനെ ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ആ ആഫിയത്ത് മനുഷ്യൻ ഉണ്ടാവുമ്പോഴാണ് അവന്റെ വിശ്വാസമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ നിന്ന് രക്ഷ തേടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. നബി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ആജ്സി വൽ കസൽ. ഇതിൽ 6-7 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ഒന്നാമത് പറയുന്നത്, അല്ലാഹുവേ നിന്നോട് ഞാനിതാ ആജ്സിൽ നിന്ന് രക്ഷ തേടുന്നു. ആജ്സ് എന്ന് പറഞ്ഞാൽ ശക്തിയില്ലായ്മ, കഴിവുകേട്, അശക്തി. അപ്പൊ കഴിവില്ലായ്മ, കഴിവ് തരണം. ഇവിടെ എന്താ? കഴിവില്ലായ്മയിൽ നിന്ന് അല്ലാഹുവേ നിന്നിൽ ഞാൻ രക്ഷ തേടുന്നു. കഴിവില്ലാത്ത ഒരവസ്ഥ വന്നാൽ, ഇപ്പോഴുള്ള കഴിവില്ലാതെയായാൽ, അത് കാണലായാലും കേൾക്കലായാലും സംസാരിക്കലായാലും, അതൊന്നുമില്ലാത്തവന് ആംഗ്യം കാണിക്കാനുള്ള കഴിവ് ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ഒന്ന് ഇല്ലാതായി പോകുമ്പോൾ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. 7 കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒന്നാമത് എണ്ണിയത് കഴിവില്ലാത്തൊരവസ്ഥയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. സ്വന്തമായി ആഹാരം കഴിക്കുന്നവൻ എത്ര ആളുകൾ നമ്മുടെ വീട്ടിൽ, മാതാപിതാക്കളും വല്യപ്പമാരും ഭാര്യാഭർത്താക്കന്മാരും മക്കളുമൊക്കെ പല വീടുകളിലും നമുക്ക് കാണാം. സ്ട്രോക്ക് വന്ന് ഒന്നുകിൽ ഒരു വശം അല്ലെങ്കിൽ മറുവശം അല്ലെങ്കിൽ കയ്യ് അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്ത, കോരി വായിലിട്ട് കൊടുത്താൽ ചവച്ചിറക്കാൻ പറ്റാത്ത രീതിയിൽ ചുണ്ടും നാവുമെല്ലാം കൊഴിഞ്ഞുപോയ ആളുകൾ. ഭക്ഷിക്കാൻ ആഗ്രഹമുണ്ട്, വിശപ്പുണ്ട്, പക്ഷേ സ്പൂണിൽ കോരിക്കൊടുത്താൽ ഇറക്കാൻ തൊണ്ടയിലൂടെ താഴോട്ട് പോകില്ല. കാരണം എന്താ? ശേഷിയില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണ് മൂക്കിലൂടെ പൈപ്പിട്ട് കിടത്തി ജ്യൂസ് അടിച്ചാൽ പോരാ, ജ്യൂസ് അടിച്ചതിന് ശേഷം അരിച്ച് ഈ പൈപ്പിലൂടെ കൊടുക്കുന്നത്. നോക്കൂ എന്തൊരവസ്ഥയാണ്. നമ്മൾക്കും എപ്പോഴാണ് ഇത്തരമുള്ള അവസ്ഥ, അജ്സ്, കഴിവുകേട് വരിക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും അതിനെ അറിഞ്ഞു ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. ബനൂ ഇസ്രായേലിനോട് അള്ളാഹു ചെയ്തിട്ടുള്ള കരാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ സൂറത്തുൽ ബഖറയിലെ 63-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് മീതെ പർവ്വതത്തെ നാം ഉയർത്തി. പർവ്വതത്തിനെ ഉയർത്തി മേലെ നിർത്തിയിട്ട് പന്തലിട്ട പോലെ മേലെ കാലില്ലാതെ മേലെ നിർത്തിയിട്ട് അള്ള പറയാൻ, നിങ്ങളിൽ നിന്നൊരു കരാർ നമ്മൾ വാങ്ങി. എന്തിനാണ് ഈ കരാറിന് മേലെ പർവ്വതത്തെ ഉയർത്തി നിർത്തിയത്? നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ തയ്യാറല്ലെങ്കിൽ ഈ മല നിങ്ങൾക്ക് മേലെ വീഴ്ത്തും. അങ്ങനെ മലയെ മുകളിൽ കൊണ്ടുപോയി നിർത്തി അള്ള പറയാൻ, ഖുദൂ മാ ആതൈനാകും ബിഖുവ, നാം നിങ്ങൾക്ക് നൽകിയതെന്തോ, അതായത് അള്ളാഹുവിന്റെ കൽപ്പനകളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അത് നിങ്ങൾ പിടിച്ചോളൂ. എങ്ങനെ പിടിക്കേണ്ടത്? ബിഖുവ, ശക്തിയോടെ പിടിക്കണം. വെറുതെ ഇങ്ങനെ കൊയഞ്ഞു പിടിച്ചാൽ പോരാ, ഊക്കോടെ പിടിക്കുക. ഊക്കോടെ പിടിച്ചാൽ ആ ഊക്കിനനുസരിച്ച് എന്തുണ്ടാകണം? വദ്കുറൂ മാ ഫീഹി, ഞാൻ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ എന്താണോ ഉള്ളത് അത് വെറുതെ വാങ്ങിവെച്ച പോരാ, അത് നിങ്ങൾ ഓർത്ത് പ്രവർത്തിക്കുകയും ചെയ്യണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി. അപ്പൊ എന്താ? അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കണം, അത് ഊക്കോടെ സ്വീകരിക്കണം, അതനുസരിച്ച് ജീവിക്കണം. ഇവിടെയൊക്കെ
അള്ളാഹു വിശ്വാസത്തെയും ശക്തിയെയും ഒരുമിച്ച് പറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൂറത്ത് മറിയമിലെ 12-ാമത്തെ വചനത്തിൽ യഹ്യ നബിയോട് അള്ളാഹു തആലയുടെ നിർദ്ദേശം, യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വ വആതൈനാഹുൽ ഹുക്മ സബിയ്യ, യഹ്യ നീ ഗ്രന്ഥത്തെ മുറുകെ സ്വീകരിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ ഖുർആൻ നമ്മൾ സ്വീകരിക്കുന്നത് ഖുവ്വത്തോടു കൂടിയാണോ, ശക്തിയോട് കൂടിയാണോ, ശക്തി ഇല്ലാതെയാണോ? അപ്പൊ ആ ശക്തി ഏതാണ്? കൈക്ക് മാത്രം ബലമുണ്ടായാൽ പോരാ, അത് സ്വീകരിക്കുന്ന മനസ്സിന് വിശ്വാസത്തിന്റെ കരുത്തുണ്ടാകണം. അപ്പൊ ആരോഗ്യമുള്ളതോടൊപ്പം നേരത്തെ പറഞ്ഞ ആരോഗ്യത്തിന് മുമ്പേ യഖീൻ, ഉറച്ച വിശ്വാസവും കൂടി ഉണ്ടാവലാണ് ഏറ്റവും നല്ല ആരോഗ്യം എന്ന് പറയുന്നത്. കാരണം ഒന്ന് മതത്തിന്റെ ആരോഗ്യമാണ്. മതത്തിന്റെ ഉണ്ടാകുമ്പോൾ ഹൃദയത്തിന് ആരോഗ്യമുണ്ടാകുന്നു. അതോടൊപ്പം ശാരീരികമായ ശക്തി കൂടി ഉണ്ടാകുമ്പോൾ ശരിയായ അവസ്ഥയിൽ അള്ളാഹുവിനെ ബുദ്ധിയും ശരീരവും ഉപയോഗപ്പെടുത്തി നല്ല അടിമയായി നന്ദി കാണിച്ച് ജീവിക്കാൻ സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ 2 ചോദ്യങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് കാണാം. അതിൽ ഒരു ചോദ്യം, നിങ്ങളിൽ മല്ലൻ, പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഹദീസാണ്, നല്ല സ്റ്റണ്ടുകാരൻ, ഗുസ്തിക്കാരൻ, മല്ലൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പൊ സഹാബികൾ മറുപടി പറഞ്ഞു, ഏതൊരാൾക്കാണോ മറ്റൊരുത്തനെ തള്ളി വീഴ്ത്താൻ സാധിക്കുന്നത് അവനാണ് മല്ലൻ, ഊക്കുള്ളവൻ. ഇപ്പൊ ഗുസ്തി, പലതരത്തിലുള്ള ഗുസ്തിയുണ്ട്. ഗുസ്തിയിൽ മറ്റൊരുത്തനെ മറിച്ചു വീഴ്ത്താൻ, തലകീഴായി മറിക്കാൻ, അല്ലെങ്കിൽ അടിച്ചു വീഴ്ത്താൻ, ഇടിച്ചു വീഴ്ത്താൻ സാധിക്കുന്നവനാരോ അവനാണ് ബോക്സിംഗ് മല്ലൻ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനല്ല മല്ലൻ. ലൈസ ബിദാലിക് വലാകിന്നഹു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. കോപമുണ്ടാകുമ്പോൾ തന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ ആർക്ക് കഴിയുന്നുവോ, ശരീരത്തെ അല്ല മനസ്സിനെ പിടിച്ചു കെട്ടാൻ കഴിയുന്നവനാണ് ഊക്കുള്ളവൻ, മല്ലൻ എന്ന് നബി പറഞ്ഞു. അപ്പൊ അവിടെ എന്താ? ശാരീരികമായ ശക്തിയുണ്ട്. ആ ശാരീരികമായ ശക്തിയെ പിടിച്ചു നിർത്താനുള്ള വിശ്വാസപരമായ മാനസികമായ ശക്തി രണ്ടും കൂടി ഉണ്ടാകുമ്പോഴാണ് ശരിയായ മല്ലനായി മാറുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാരീരികമായ ശക്തി നന്നായി തീരുക വിശ്വാസപരമായ ശക്തി കൂടി കൂടിച്ചേരുമ്പോഴാണ് എന്ന് നമുക്ക് കാണാം. ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ് വഫീ കുല്ലിൻ ഖൈർ. ശക്തനായ ഒരു വിശ്വാസിയാണ് നല്ലവനും അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും ആരേക്കാൾ? ദുർബലനായ വിശ്വാസിയേക്കാൾ. ഒന്ന് ദുർബലനായ വിശ്വാസി, മറ്റത് കരുത്തനായ ശക്തനായ വിശ്വാസി. ഇത് കേൾക്കുമ്പോ നമുക്ക് തോന്നും നല്ല ഊക്ക്, തടിയും വണ്ണവും ആരോഗ്യവുമുള്ള ഒരു വിശ്വാസിയും എന്നാൽ ശാരീരികമായി കെൽപ്പില്ലാത്ത ഒരു വിശ്വാസിയും. ഇതിൽ രണ്ടിൽ ആരാ മെച്ചപ്പെട്ടവൻ? ശക്തിയുള്ള വിശ്വാസിയായ ആള്. എന്നാൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഷെയ്ഖ് ഉസൈമിനും പറഞ്ഞത് കാണാം റിയാദുസ് സാലിഹിന്റെ ശറഹിൽ. അദ്ദേഹം പറയുന്നത്, ഇവിടെ ശാരീരികമായ ശക്തിയല്ല ഉദ്ദേശിച്ചത്. അൽ മുഅ്മിനുൽ ഖവിയ്യു എന്ന് പറഞ്ഞാൽ വിശ്വാസിയോട് ചേർത്താണ് ഖവിയ്യ് എന്ന വാക്ക് ഉപയോഗിച്ചത്. അപ്പൊ ശക്തൻ എന്ന വാക്ക് വിശ്വാസിയുടെ വിശേഷണമാണ് എന്ന് പറഞ്ഞാൽ ശക്തമായ വിശ്വാസമുള്ളവൻ, അതാണ്. അപ്പൊ ശാരീരികമായ ശക്തിയല്ല, വിശ്വാസപരമായ കരുത്തുള്ള നല്ല വിശ്വാസിയാണ് കരുത്ത് കുറഞ്ഞ വിശ്വാസമുള്ളവനേക്കാൾ മെച്ചപ്പെട്ടവൻ. എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ഈമാനുള്ളവൻ, അവന്റെ വിശ്വാസത്തിന് ബലമുണ്ട്, അവന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കും, വികാരത്തെ നിയന്ത്രിക്കാൻ സാധിക്കും, അവന്റെ മറ്റ് കർമ്മങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും, എല്ലാത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോ ശക്തി, വിശ്വാസത്തിന്റെ കരുത്തും അതോടൊപ്പം മുകളിലെ ഹദീസിൽ പറഞ്ഞതുപോലെ ആരോഗ്യത്തിന്റെ കരുത്തും കൂടി ഉണ്ടാകുമ്പോൾ അവൻ ഏറ്റവും നല്ല വിശ്വാസിയായി മാറുന്നു എന്നതാണ്. അതുകൊണ്ട് നമുക്ക് അള്ളാഹു ബുദ്ധി നൽകിയിട്ടുണ്ട്. അതിന്റെ കൂടെ അത് ഉപയോഗിച്ച് ശരിയായ വിശ്വാസം ഉൾക്കൊള്ളാനുള്ള മനസ്സും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ആരോഗ്യവും നൽകിയിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ഏറ്റവും വലിയ 2 നിയമത്ത് കിട്ടിയ ആളുകളാണ്. ഒന്ന് തൗഹീദുള്ള കറകളഞ്ഞ ശിർക്കില്ലാത്ത വിശ്വാസം, അതോടൊപ്പം ആരോഗ്യവും അള്ളാഹു നൽകി. അത് മനുഷ്യന് കിട്ടുന്ന 2ാമത്തെ നിയമത്താണ്. ഈ 2 നിയമത്തും നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനോട് ഏറ്റവും അധികം നന്ദി കാണിക്കാൻ ബാധ്യസ്ഥരാകുന്നു നമ്മൾ. സൂറത്തുൻ നഹ്ലിലെ 114-ാമത്തെ വചനം, വസ്കുറൂ നിഅമത്തല്ലാഹ് ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ അള്ളാഹുവിന്റെ നിഅമത്തിന് നന്ദി കാണിക്കണം. ഇവിടെ നിഅമത്ത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏതൊക്കെ അള്ളാഹുവിന് അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു നമുക്ക് തന്നത് അള്ളാഹുവിന് നന്ദി കാണിക്കാനാണ്. എങ്ങനെ നന്ദി കാണിക്കുമ്പോൾ മലയാളത്തിൽ നന്ദി, ഇംഗ്ലീഷിൽ താങ്ക് യു, ഉറുദുക്കാരൻ ഹിന്ദിക്കാരനെങ്കിൽ ശുക്രിയ എന്നൊക്കെ ചിലപ്പോൾ അങ്ങനെ കൈ കാണിക്കും, അല്ലെങ്കിൽ കൈ കൂപ്പും. ഓരോരുത്തരും ഓരോരുത്തരുടെ മതത്തിന്റെയും ഭാഷയുടെയും ശൈലിയനുസരിച്ച് ചെയ്യും. അള്ളാഹുവിനോട് താങ്ക് യു എന്ന് പറയലല്ല, മറിച്ച് എന്താണ്? അള്ളാഹുവിനുള്ള നന്ദി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ
പരിപാലിച്ച് ജീവിക്കുക, അവനെ ആരാധിക്കുക എന്നതാണ്. ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്, ഇൻ കുന്തും ഇയ്യാഹു തഅ്ബുദൂൻ. നിങ്ങൾ അവനെ തന്നെ, അള്ളാഹുവിനെ തന്നെ ആരാധിക്കുന്നവനാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ നിയമത്തിന് നന്ദി കാണിക്കുക. അപ്പൊ അള്ളാഹുവിന്റെ നിയമത്തിന് നന്ദി കാണിക്കേണ്ടത് അള്ളാഹുവിനെ തന്നെ ആരാധിച്ചുകൊണ്ടാണ്, അവനോട് മാത്രം ദുആ ചെയ്തുകൊണ്ടാണ്. അപ്പൊ രണ്ട് നിയമത്ത് കിട്ടിയ ആളുകൾ, വിശ്വാസവും ആരോഗ്യവും നിയമത്തായി കിട്ടിയ ആളുകൾ അള്ളാഹുവിനെ തന്നെ ആരാധിച്ചുകൊണ്ട് അവന് നന്ദി കാണിക്കണം. എത്ര കണ്ട് അള്ളാഹുവിൻ നമ്മൾ നിയമത്തിന് നന്ദി കാണിക്കുന്നുണ്ടോ അത്ര കണ്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വർധനവുണ്ടാകും. ലഇൻ ശകർതും ലഅസീദന്നകും. സൂറത്തു ഇബ്രാഹിമിലെ 7-ാമത്തെ ആയത്ത്. നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ, അള്ളാഹു മനുഷ്യന്മാരോട് പറയാണ്, നിങ്ങൾക്ക് ഞാൻ തന്ന നിയമത്തുകൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ടെങ്കിൽ ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ച് തരിക തന്നെ ചെയ്യും. അപ്പൊ എത്ര കണ്ട് നമ്മൾ വിശ്വാസത്തിന് നന്ദി കാണിക്കുന്നുവോ, എത്ര കണ്ട് ആരോഗ്യത്തിന് നന്ദി കാണിക്കുന്നുവോ, എത്ര കണ്ട് സമ്പത്തിന് നന്ദി കാണിക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹു ആ നിഅമത്തുകൾ നമുക്ക് കൂട്ടിത്തരുന്നാൻ, കുറഞ്ഞൂല. അള്ളാഹു കൂട്ടി തന്നുകൊണ്ടേയിരിക്കും. ആരോഗ്യം കൂടും, വിശ്വാസം കൂടും, സമ്പത്ത് കൂടും. എന്ത് വേണം? കിട്ടിയ നിഅമത്തുകൾക്ക് അള്ളാഹുവിന് നന്ദി കാണിക്കാൻ നമ്മൾ തയ്യാറാകണം. സൂറത്തു സഫിലെ 10-11 വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ അറിയുന്ന ആയത്തും അർത്ഥവുമാണ്. വിശ്വാസികളെ, നിങ്ങൾക്ക് ഞാൻ നഷ്ടം സംഭവിക്കാത്ത നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ? എന്താ കച്ചവടത്തെക്കുറിച്ച് പറയാൻ കാരണം? ഒരു കച്ചവടക്കാരനോട് കച്ചവടത്തെക്കുറിച്ച് പറയട്ടെ എന്ന് വെച്ചാൽ വളരെ താല്പര്യപൂർവ്വം കേൾക്കും. മദീനയിൽ മക്കയിലെ മുഹാജിറുകളായ കച്ചവടക്കാരുണ്ട്, മദീനക്കാരായ കർഷകരുണ്ട്, അതുപോലെ തന്നെ മദീനക്കാരുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട്. അപ്പൊ പൊതുവെ കൂടുതൽ ആളുകൾ ഏർപ്പെടുന്ന രീതി എന്നതുകൊണ്ട് കച്ചവടത്തെക്കുറിച്ച് പറയുന്നു. ഒരു കൃഷിക്കാരനോട് കൃഷിയെക്കുറിച്ച് സംസാരിച്ചാൽ ഭയങ്കര താല്പര്യം. അപ്പോൾ അള്ളാഹു പറയാണ്, കച്ചവടം എല്ലാവർക്കും താല്പര്യമാണ്. പൈസ ഇല്ലാത്തവനും കച്ചവടം ചെയ്താൽ നന്നാവും എന്നുള്ള താല്പര്യമുണ്ട്. സർക്കാർ ജോലി ചെയ്യുന്നവനും ഒരു ബിസിനസ് കൂടി ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ശമ്പളം എന്ന് പറയുന്ന എണ്ണിച്ചുട്ട അപ്പം എന്ന് പറയുന്ന കൃത്യമായ വരുമാനത്തിനപ്പുറത്ത്, കണക്കുകൂട്ടലിന് അപ്പുറത്തുള്ള ലാഭം കിട്ടുമെന്ന മോഹം കുറച്ച് പൈസ കയ്യിലുണ്ടാവും. അപ്പൊ എല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാണ് കച്ചവടം. അതുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞു തരട്ടെ. നാളെ 1000 റുപ്യന്റെ പീടികയിലേക്ക് പോകാനല്ല. അള്ളാഹു പറയുന്നത് എന്താണ് ആ കച്ചവടം? അള്ളാഹുവിൽ വിശ്വസിക്കുക, അവന്റെ പ്രവാചകനിൽ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ജിഹാദ് നടത്തുക. അപ്പൊ ഒന്ന് വിശ്വാസം, രണ്ട് ജിഹാദ്. ആ ജിഹാദിന് ഇവിടെ ഇറങ്ങിപ്പറഞ്ഞ പൈസ കൊണ്ട് ജിഹാദ് നടത്താം, ശരീരം കൊണ്ട് ജിഹാദ് നടത്താം. ഇവിടെ ശരീരമാകുന്ന ശക്തിയെ, അള്ളാഹുവിന്റെ നിയമത്തിനെ ജിഹാദിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തി നന്ദി കാണിക്കുക എന്നതാണ് ഈ ഒരു വഴി. ജിഹാദ് എന്ന് പറയുന്നത് വാളും കുന്തവും എടുത്ത് ആരെങ്കിലും പോയി കൊല്ലലല്ല, മറിച്ച് അതിൻ്റെതായ മാർഗങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ജിഹാദ് പല വിധത്തിൽ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നന്മ കൽപ്പിക്കൽ, തിന്മ വിലക്കൽ, ദഅവത്ത് നടത്തൽ, സ്വന്തത്തെ ശൈത്താനിന്റെ ബാധയിൽ നിന്ന്, ശൈത്താന്റെ കൽപ്പനക്കനുസരിച്ച് പോകുന്നതിൽ നിന്ന് സ്വന്തം നഫ്സിനെ നിയന്ത്രിക്കൽ, അതാണ് ജിഹാദ്. അതും ജിഹാദാണ്. ഇങ്ങനെ ഒക്കെ ശരീരത്തെ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അത് നമുക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കാനുള്ള മാർഗ്ഗമാണ്. പിന്നെ കൂടുതലായി എണ്ണി പറയേണ്ട കാര്യമല്ല. മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ മക്കളെ, മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് അവന്റെ ശരീരത്തിൽ 360 സന്ധികൾ ഉണ്ടായിക്കൊണ്ടാണ്. ആ 360 സന്ധികൾക്കും ഓരോ ധർമ്മം നിർവഹിക്കാനുണ്ട്, സദഖ നിർവഹിക്കാനുണ്ട്. എന്താണ് ആ സദഖ? 360 ആളുകൾക്ക് പൈസ കൊടുക്കൽ മാത്രമല്ല സദഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറയൽ സദഖയാണ്. 360 വട്ടം ഈ പറയുന്ന ദിക്റുകൾ, അല്ലെങ്കിൽ ഏത് ദിക്റാണെങ്കിലും അത്ര ദിക്ർ ചൊല്ലിയാൽ 360 സദഖയായി. ആ 360 സദഖ കൊണ്ട് നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് 360 സന്ധികളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ വഴിയിൽ നിന്ന് ഒരു കല്ല് അങ്ങോട്ട് മാറ്റിയിടുക. ജനങ്ങൾ നടന്നു പോകുക, വഴിയിൽ നിന്നൊരു കല്ല്, അല്ലെങ്കിൽ ഒരു മുള്ള്, അല്ലെങ്കിൽ ഒരു എല്ലിൻ കഷ്ണം, ഇതൊക്കെ ഹദീസിലുള്ളതാ. ജനങ്ങൾക്ക് ഉപദ്രവമാണ് ഇതൊക്കെ, നമ്മൾ വലിച്ചെറിയുന്ന ആളുകളാണ്. നബി പഠിപ്പിക്കുന്നത് ഇതൊക്കെ വഴിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ടാൽ മനുഷ്യർക്കും രാത്രിയിൽ അതുവഴി നടന്നു പോകുന്ന ഇഴജന്തുക്കൾക്കും കന്നുകാലികൾക്കും ഒക്കെ അത് രക്ഷയാണ്, ഉപദ്രവമാറ്റലാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക, ഇതൊക്കെ സദഖയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സദഖയായി 360 എണ്ണം തികച്ചാൽ അവൻ നരകത്തിൽ നിന്ന്
അവനെ രക്ഷപ്പെടുത്തി. ആരിത് ചെയ്യുന്നുവോ അവനെ നരകത്തിൽ രക്ഷപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ നാവ് കൊണ്ട് നന്ദി കാണിക്കാൻ, നാവിന്റെ ആരോഗ്യം, കണ്ണുകൊണ്ട് ഉള്ള നന്ദി കാണിക്കൽ, കേൾവി കൊണ്ട് നന്ദി കാണിക്കൽ, എങ്ങനെ ഓരോന്ന് കൈകൊണ്ട്, കാലുകൊണ്ട്, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, എല്ലാ ഭാഗങ്ങൾ കൊണ്ടും നമ്മുടെ സന്ധി തന്നെ ഇതൊക്കെ താണ്ട 1, 2, 3 ഇങ്ങനെ എല്ലാ വിരലും കയ്യും കാലും ഒക്കെ, കയ്യിന്റെ മടക്ക്, തണ്ടൻ കൈ, അതുപോലെ തന്നെ കൈപ്പത്തി, തോൾക്കൈ, ഇങ്ങനെ ശരീരത്തിലുള്ള സന്ധികൾ 360 സന്ധി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ശരീരശാസ്ത്രം പഠിച്ച ആരോഗ്യ വൈദ്യനായിരുന്നില്ല. പിന്നെ എങ്ങനെയത് മനസ്സിലാക്കിയത്? നബി ഒരു ശരീരവും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ് 360 സന്ധികൾ ശരീരത്തിലുണ്ട്. ആ സന്ധികളെ രക്ഷപ്പെടുത്തിയാൽ ശരീരത്തെ രക്ഷപ്പെടുത്തി. വളരെ ചെറിയ ചെറിയ വിഷയങ്ങൾ അത് ചെയ്താൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഇങ്ങനെ ഒരു 360 എണ്ണം ഒരു ദിവസം ചെയ്യാൻ എന്തെങ്കിലും പണിയുണ്ടോ? 5 വക്ത് നമസ്കാരം, 5 ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം 100 ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. 1.5 മിനിറ്റ് മുമ്പൊരിക്കൽ റമദാനിലാന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു, 1.5 മിനിറ്റ് കൊണ്ട് പിന്നെ ഈ ദിക്ർ നമുക്ക് ചെല്ലി തീർക്കാൻ പറ്റും. ഒരു 33 വട്ടം ചെല്ലാൻ കൂടിയാൽ, അതൊന്നും വേണ്ട, ഇനി കൂടിയത് 5-6 മിനിറ്റ് കൂട്ടുക. ആ സമയം നമ്മൾ ചെലവാക്കിയാൽ 5 × 100 500 360 കഴിച്ച് ബാക്കി 140 പിന്നെയാണ് ബാക്കിയ. ഇത് നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് കഴിച്ചിട്ട് 150 പിന്നെയാണ് ദിക്ർ. അല്ലാതെ ചെയ്യുന്നത് വേറെയും. അപ്പോ ഒരുപാട് കാര്യങ്ങൾ വളരെ ചെറിയ സമയം കൊണ്ട്, ചെറിയ അധ്വാനം കൊണ്ട്, ചെറിയ ശക്തി ഉപയോഗിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ അള്ളാഹു സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് കാണാം, നിങ്ങളിൽ ആരാണിന്ന് നോമ്പ് നോറ്റവൻ? നിങ്ങളിൽ ആരാണിന്ന് മയ്യത്തിന്റെ പിന്നാലെ പോയവൻ? നിങ്ങളിൽ ആരാണിന്ന് രോഗിയെ സന്ദർശിച്ചവൻ? നിങ്ങളിൽ ആരാണിന്ന് ഒരു സാധുവിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തവൻ? ഒരു നേരത്തെ ചോറ്, ഒരു നേരത്തെ ഭക്ഷണം. സദസ്സിൽ നിന്ന് നബി അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 4 എണ്ണത്തിനും ഉത്തരം പറഞ്ഞു. ഒരു നീണ്ട ഹദീസാണ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തത്. ചിലപ്പോ ഇവിടെ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ടാവും പണ്ടപ്പോഴോ, ഓർമ്മയില്ല. അപ്പൊ 4 എണ്ണത്തിനും അബൂ സിദ്ദീഖ് അന 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 എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, മജ്തമഅന ഫിംറിഇൻ, ഒരു മനുഷ്യനിൽ ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് കൂടുകയില്ല, ഇല്ലാ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചല്ലാതെ. 4 കാര്യം പ്രത്യേകിച്ചൊരു മുടക്കൂല. ഒരു രോഗിനെ കാണാൻ പോണോ, ഒരു ആശുപത്രി പോയി രോഗിനെ കാണാം, ഒന്നല്ല അതിലധികം കാണാം. പിന്നെ അതുപോലെ തന്നെ മിക്കവാറും ദിവസങ്ങളിൽ എവിടെ എവിടെയൊക്കെ മരണങ്ങൾ ഉണ്ടാവും. മരിച്ച മയ്യത്തിന്റെ പിന്നാലെ പോവുക, ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ തിങ്കൾ, വ്യാഴം അല്ലെങ്കിൽ ഒന്നോടെ ദിവസങ്ങളിൽ നോമ്പുൽക്കുക. ഇത് 4 കൂടി ദിവസം ഒത്തുവന്നാൽ അവനെ ഇത് എല്ലാ ദിവസവും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞില്ല. ഇത് 4 ഒരാളിൽ ഒരുമിച്ച് കൂടിയോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. ആലോചിച്ചു. ഇതൊക്കെ ഗൾഫ് പോയ ആളുകൾക്ക് അറിയാം. അറബികളുണ്ട്, ഇത് മുതലാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ. തിങ്കളാഴ്ച നോമ്പ് വിൽക്കും, ഒരാശുപത്രി കയറി ഇറങ്ങും, ഏതെങ്കിലും ഒരു മഖബറയിൽ മയ്യത്തുണ്ടാവും, അത് എവിടെ അന്വേഷിച്ചിട്ട് അവിടെ നിസ്കരിക്കാൻ പോകും. പിന്നെ വഴി കാണുന്ന ഏതെങ്കിലും ഇന്ത്യക്കാരനോ ബംഗാളിയോ റോഡടിച്ചു വരുന്നവനെ സാധുക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കും. 4 കാര്യം അവർ ഒപ്പിക്കും. എന്തിനാണ് ഈ 4 കാര്യം ഒരു ദിവസം ചെയ്യാൻ? നമുക്ക് വിചാരിച്ചാൽ നടക്കും. സുന്നത്ത് നോമ്പ് വിൽക്കുന്ന ദിവസം രോഗികൾ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് കാണാൻ പോകാൻ സമയമില്ല. അതുപോലെ തന്നെ മയ്യത്തുണ്ടാവും. ഇനി മയ്യത്തുണ്ട് എന്നറിയുന്ന ഒരു ദിവസം നിങ്ങൾ നോമ്പ് വെച്ചോളി. വെള്ളിയാഴ്ച എന്നല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രം നോമ്പ് വിൽക്കാൻ പാടില്ല നബി വെച്ചുള്ളൂ, അല്ലെങ്കിൽ തലേന്ന് നോൽക്കണം, പിറ്റേന്ന് നോൽക്കണം. അപ്പൊ ഇനി വെള്ളിയാഴ്ച ആണെങ്കിലും നോമ്പ് വിൽക്കാം, നാളെയും കൂടി നോമ്പ് പറ്റാൻ മതി, ശനിയാഴ്ചയും കൂടി. എന്നിട്ട് അന്ന് രോഗിയുടെ കൂടെ പോവുക, രോഗിയെ സന്ദർശിക്കുക, ഒരു സാധുവിന് ഭക്ഷണം വാങ്ങി കൊടുക്കുക, അന്ന് മൈനസ്കാരുണ്ടോ, മൈനസ്കരിക്കുക. 4 കാര്യം കൂടിയോ സ്വർഗത്തിലെത്താം. അപ്പോ ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം. ഇനി ഉപയോഗപ്പെടുത്താത്ത ആളുകളെ കുറിച്ച് ഒരുപാട് സമൂഹങ്ങൾ ഞാനവിടെ വിശദീകരിക്കുന്നില്ല. അള്ളാഹു ഭൂമിയിൽ തന്നെ സൃഷ്ടിച്ച ആളുകൾക്ക് എന്തേ കാര്യം? നേരത്തെ പറഞ്ഞതുപോലെ അവർ വലിയ ശക്തന്മാരായ ആളുകളായിരുന്നു, മല്ലന്മാരായിരുന്നു. പക്ഷേ അവർക്ക് ആ ശക്തി ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല. അവർ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായി ഉപയോഗിച്ചു. കാനൂ അശദ്ദ മിൻഹും ഖുവ്വ. മക്കയിൽ ആളുകളെ കുറിച്ച് പറയണം. മക്കയിലുള്ള ഖുറൈശികളായ കുബേരന്മാരായ പണക്കാരായ തറവാട്ടുകാരായ ഇവരെക്കാൾ അക്സറ മിൻഹും ഖുവ്വ, ഇവരെക്കാൾ കയ്യൂക്കുള്ള ആരോഗ്യമുള്ള ആളുകളായിരുന്നു മുമ്പ് ജീവിച്ചത്. അവർ ഭൂമിയെ നാഗരികതയുള്ളതാക്കിയിരുന്നു. പലതും അവർ ചെയ്തു. പക്ഷേ പ്രവാചകന്മാർ വന്നു, അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവരെ നാം നശിപ്പിച്ചു. കണ്ടോ, ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല. ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തി വിശ്വസിച്ച് അള്ളാഹു നന്ദി കാണിക്കണം. ആയത് സമൂഹ ഗോത്രക്കാർ അങ്ങനെ നശിപ്പിക്കപ്പെട്ട എല്ലാ ആളുകളുടെയും സ്ഥിതി അതാകുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ ഹദീസിന്റെ ഒരു ഭാഗം കൂടി ഇവിടെയും സൂചിപ്പിക്കുകയാണ്. 5 കാര്യങ്ങൾ വന്നെത്തുന്നതിന് മുമ്പ്. അതിലൊരു കാര്യം എന്താ? രോഗം വന്നെത്തുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തുക. വിശദീകരിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണ് മങ്ങിപ്പോവുക,
നരച്ചു പോവുക എന്ന് നമുക്കറിയാത്ത സൂറത്ത് യാസീനിൽ 66, 67, 68 വചനങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്, മനുഷ്യൻ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവന്റെ കണ്ണുകളെ നാം തുടച്ചെടുക്കുമായിരുന്നു. എവിടെ? നടന്നു പോകുന്ന വഴിയിൽ നടക്കുന്നതിനിടയ്ക്ക് കണ്ണിനെ അള്ളാഹു തുടച്ചു മാറ്റുമായിരുന്നു. പിന്നെ എങ്ങനെയാണ് അവന് കാണാൻ പറ്റുക? വഴിയിൽ നിന്നു കാഴ്ച അവിടെ വെച്ചാൽ പോയി വിചാരിക്കുക, മുന്നോട്ട് നടക്കാൻ പറ്റില്ല, വേക്കോട്ട് നടക്കാൻ പറ്റില്ല, അടുത്തോട്ട് മലത്തോട്ട് പോയിക്കുക. കാരണം തെക്കും പടക്കും കേക്കും പടഞ്ഞാറും തിരിവില്ല. കാഴ്ച പോയി, ഒന്നായി ഇരുട്ടാൻ. എന്ത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിട്ടും കാര്യമല്ല, ഫോണിൽ ലൈറ്റ് ഉണ്ടായിട്ട് കാര്യമല്ല, വേറെ ആൾ വടക്കടിച്ചില്ല, കണ്ണുപോയി. അള്ളാന്റെ ചോദ്യം, അങ്ങനെ വന്നാൽ നാം ഉദ്ദേശിച്ചാൽ അങ്ങനെ ചെയ്യും. പിന്നെ എങ്ങനെയാണ് മനുഷ്യ നിനക്ക് കാണാൻ കഴിയുക? സൂറത്ത് യാസീനൊക്കെ അടക്കം തലക്കും മലക്കും ദിവസം ഓതുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ അറിഞ്ഞോതണം. അതുപോലെ അള്ളാഹു പറയാണ്, മനുഷ്യനെ അവൻ നിൽക്കുന്നിടത്ത് വെച്ച് അവന് നാം രൂപമാറ്റം വരുത്തിയാൽ, ഇപ്പോൾ അവന് നൽകിയ രൂപത്തിൽ നാം മാറ്റം വരുത്തിയാൽ, നടക്കുന്നിടത്ത് ഒരടി മുന്നോട്ട് നടക്കാൻ സാധിക്കുകയില്ല, നിന്നടന്ന് തിരിച്ചു വരാൻ കഴിയില്ല. അങ്ങനെ അവന്റെ രൂപം മാറ്റാൻ നമുക്ക് സാധിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് നാം ദീർഘായുസ് കൊടുത്തില്ലയോ? എന്നാൽ ആയുസ് കൊടുത്തതിനനുസരിച്ച് വയസ്സ് കൂടുന്തോറും അവനെ നാം വിപരീതാവസ്ഥയിൽ കൊണ്ടുവരും. അഫലായഖിലൂൻ, മനുഷ്യന്മാരെ ചിന്തിക്കുന്നില്ലേ? എന്താണ് ഇവിടെ നക്കസ എന്ന വാക്കിനർത്ഥം? തലതിരിക്കുക എന്നാണ്. പ്രസവിക്കുമ്പോ നോർമൽ പ്രസവം എന്ന് പറഞ്ഞാൽ എന്താ? തല തിരിഞ്ഞതിനാണ് നോർമൽ പ്രസവം എന്ന് പറയുന്നത്. കാരണം പ്രസവിക്കുമ്പോ ഉമ്മന്റെ വയറ്റുനിന്ന് കുട്ടി വരുന്നത് കാല് വന്നാൽ നോർമലല്ല. ഭൂമി നമ്മൾ നിൽക്കുമ്പോൾ കാൽമല നിൽക്കുന്നത്. എന്നാൽ പ്രസവം നോർമലാകുന്നത് എപ്പോഴാ? ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കുട്ടി തല കുത്തനെ വരണം. തലയാണ് ആദ്യം പുറത്തേക്ക് കിടക്കേണ്ടത്. അതാണ് നോർമൽ പ്രസവം. തല തിരിഞ്ഞതിനാണ് പ്രസവത്തിൽ നോർമൽ എന്ന് പറയുന്നത്. കാരണം കാലാണ് വരുന്നെങ്കിൽ ഒരു കാല് പുറത്തേക്ക് ചാടും, മറ്റേ കാല് ഉള്ളിലേക്കും. കൈയാണ് വരുന്നെങ്കിൽ ഒരു കൈ പുറത്തേക്കും, മറ്റേ കൈയും കാലും ഉള്ളിലേക്കും. പ്രസവം ശരിയാവില്ല. ഉമ്മ പ്രയാസപ്പെട്ടു, ചിലപ്പോ കുട്ടി മരിച്ചു, ചിലപ്പോ ഉമ്മ മരിച്ചു. അപ്പൊ തല തിരിച്ചാണ് അവിടെ നേരായ രീതി. അള്ളാഹു അങ്ങനെ കൊണ്ടുവന്നു. പ്രസവിച്ച് ഭൂമിയിലേക്ക് വന്നപ്പോ സംസാരിക്കുന്നില്ല, ചിരിക്കുന്നില്ല, എന്തോ കേൾക്കുന്നു, എന്തോ ഒച്ചയുണ്ടാക്കുന്നു, കരയുന്നു എന്നല്ലാതെ. പിന്നെ അള്ളാഹു എല്ലാം ക്രമീകരിച്ചു കൊണ്ടുവന്നു. പൂർണ്ണാവസ്ഥയിലെത്തി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നു. പൂർണ്ണയന്ത്രനായി. പിന്നെ ചന്ദ്രൻ ചെറുതായി ചെറുതായി പോകുന്നത് പോലെ അള്ളാഹു മനുഷ്യനെ വിപരീതാവസ്ഥയിലേക്ക് കൊണ്ടുവരും. നമ്മൾ ചെറുപ്പത്തിൽ എന്തായിരുന്നുവോ അതേപോലെ പ്രായം വന്നാൽ, രോഗം വന്നാൽ വാരിത്തരണം, കോരിത്തരണം, മൂത്രം ഒഴിപ്പിച്ചു കൊടുക്കണം, കഴുകിക്കൊടുക്കണം, പിന്നെ പുതപ്പിച്ചു കൊടുക്കണം, ഇരുത്തണം, കിടത്തണം, ഇതൊക്കെ ചെയ്യണം. സംസാരിക്കൂല. സംസാരിച്ചാൽ തന്നെ നല്ല നിലക്ക് പറയും, പിച്ചും പേയും പറയും, അർത്ഥമില്ലാത്ത വാക്കുകൾ പറയും. ചില ആളുകൾ വളരെ മോശമായ സംസാരങ്ങൾ നടത്തും. ഓർമ്മ കൊണ്ടല്ല, ഓർമ്മക്കുറവ് കൊണ്ടാണ്. അപ്പൊ ചെറുപ്പത്തിൽ എന്തായിരുന്നുവോ അതേ അവസ്ഥയിലേക്ക് ഉമ്മന്റെ വയറ്റിൽ നീ പുറത്തേക്ക് വന്നപ്പോ ഏതൊരവസ്ഥയിലായിരുന്നുവോ ആ അവസ്ഥയിലേക്ക് മനുഷ്യ നിന്നെ നാം കൊണ്ടുപോകും. ഇത് അള്ളാന്റെ താക്കീതാണ്. അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് ആയുസിനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. ഈ ഒരു രീതിയിൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ നാം ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ ഖബറിലും അതുപോലെ തന്നെ പരലോകത്തും അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഹദീസുകളിലൂടെ ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണാം. പരലോകത്തുണ്ടാകുന്ന ഒരു കാലടി മുന്നോട്ട് വെക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ആയുസ് എന്തിനു വേണ്ടി? അഫ്ന എന്ന് പറഞ്ഞാൽ ശരിക്കും നശിപ്പിക്കാൻ പോലെ തൊലച്ചു എന്നറിയല്ലേ? നിന്റെ ആയുസ് എന്തിനു വേണ്ടിയാണ് ഈ തൊലച്ചത്? എന്തിനാണ് നശിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന് ചോദിക്കാതെ ഒന്നാമത്തെ ചോദ്യത, നിനക്ക് എത്ര കൊല്ലം ജീവിച്ചോ ആ ആയുസ് നീ എന്തിനു ഉപയോഗപ്പെടുത്തി? അത് പറഞ്ഞിട്ടേ ഒരു കാലടി ഇങ്ങോട്ട് പറ്റുള്ളൂ. അതിന്റെ അവസാനത്തെ കാണാം, വാൻ ജിസ്മിഹി ഫീമ അബ്ലാ, നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നീ എന്തിനു വേണ്ടി? അബ്ല എന്ന് പറഞ്ഞാൽ ദ്രവിപ്പിക്കുക എന്നാണ്, ജീർണിപ്പിക്കുക. ആരോഗ്യം തന്നല്ലോ, അത് എങ്ങനെ നീ ദ്രവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നീ ഉപയോഗപ്പെടുത്തി ഇല്ലാതാക്കി? രണ്ടിനും ഉത്തരം പറയണം. ആയുസിനെ കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ഉത്തരം പറയണം. മറ്റൊരു ഹദീസ് കാണാം, അലം ഉസിഹ ജിസ്മക്. ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഈ ഹദീസ് ധരിച്ചുകൊണ്ട് പറയുന്നു, പരലോകത്ത് വെച്ച് അള്ളാഹു മനുഷ്യരിൽ ഓരോരുത്തരോടും യുഹാതിബു കുല്ല ഫർദിൻ മിൻ ഇബാദിഹി, എല്ലാ മനുഷ്യന്മാരോടും അള്ളാഹു ചോദിക്കുന്ന ചോദ്യം മൊത്തത്തിൽ ചോദ്യമല്ല, അവിടെ അനൗൺസ് ചെയ്യല്ല, മറിച്ച് ഓരോരുത്തരോടും അള്ളാഹു ചോദിക്കുക. എന്താ? അലം ഉസിഹ ജിസ്മക്, എല്ലാവരോടും ചോദ്യം, നിന്റെ ശരീരത്തിന് നാം ആരോഗ്യം നൽകിയിട്ടുണ്ടായിരുന്നില്ലേ മനുഷ്യ എന്ന് എന്നോടും നിങ്ങളോടും ഓരോരുത്തരോടും അള്ളാഹു ചോദിക്കും. തണുത്ത വെള്ളം കൊണ്ട് നിനക്ക് നാം ദാഹശമനം നൽകിയിട്ടുണ്ടായിരുന്നില്ലേ? എന്തിനാ ചോദിക്കുന്നത്? ഇങ്ങനെ ഓരോന്ന് എണ്ണി പറയുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ട് ഇതിനൊക്കെ നീ നന്ദി കാണിച്ചോ
എന്ന് അള്ളാഹു ചോദ്യം ചെയ്യും എന്ന് ബസാർ അതുപോലെ തന്നെ മറ്റു പല ഹദീസ് പണ്ഡിതന്മാരും ഉദ്ധരിച്ച ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഓരോ കഴിഞ്ഞ ഖുത്ബയിലും ഈ ഖുത്ബയിലും മനസ്സിലാക്കിയതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിനും അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ പറയേണ്ടി വരും. എന്തൊക്കെ കഴിവ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു വിരലിന്റെ ഈ അഗ്രഭാഗം ഇത് ഇളക്കാൻ ഉള്ള കഴിവാണ് അള്ളാഹു നൽകിയതെങ്കിൽ അതിന് പോലും അള്ളാഹുവിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും. നാവനക്കാൻ കഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനടക്കം എന്തിനും എല്ലാ ശേഷിക്കും അള്ളാഹുവിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും. ആ മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ ഓരോന്നിനെയും അള്ളാഹു കൽപ്പിച്ച മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുവാനും വിലക്കിയ കാര്യങ്ങൾ അതിൽ